ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കഴിഞ്ഞ ദിവസം ഇറാൻ പുറത്തുവിട്ട ഈ വീഡിയോ വലിയ രൂപത്തിലുള്ള ഒരു ഷോക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇറാനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടൊന്നും ഇറാൻ പിൻവാങ്ങുകയില്ല. ഇറാൻ യുദ്ധമെങ്കിൽ യുദ്ധം തന്നെയാണ് തെരഞ്ഞെടുക്കുക എന്ന ഒരു മുന്നറിയിപ്പായിരുന്നു ഇതിലൂടെ നൽകിയിരുന്നത്. മാത്രമല്ല, ഇറാൻ ഇസ്രായേലിലേക്ക് പ്രോമിസ് 2 എന്ന് പറയുന്ന ഒരു തിരിച്ചടി ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ 10 മടങ്ങ് ഒരേ സമയത്ത് തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് ഈ വീഡിയോ യഥാർത്ഥത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് അമേരിക്ക വീണ്ടും ഇറാനുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ്. ഭീഷണി കൊണ്ട് ഇറാനെ മുട്ടുകുത്തിക്കാം എന്ന് ട്രംപ് വിചാരിച്ചെങ്കിലും ആ ഭീഷണികൾക്കൊന്നും ഇവിടെ ഒരു പ്രസക്തിയുമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അതിനിടയിൽ ചെറിയൊരു കാര്യം, നമ്മൾ കേരളത്തിനകത്തോ പുറത്തോ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് മദ്രസ പഠനം ഒരു പ്രതിസന്ധിയായി മാറുന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഉയർന്ന നിലവാരത്തോടു കൂടെ ഓൺലൈനായി വീട്ടിലിരുന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ സമയം തിരഞ്ഞെടുത്ത് വെൽ ട്രെയിനഡ് ട്യൂട്ടർമാരെ വെച്ചുകൊണ്ട് നല്ല ഉയർന്ന നിലവാരമുള്ള മദ്രസ വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി എന്നറിയപ്പെടുന്നത്. നിങ്ങളുടെയോ ബന്ധപ്പെട്ടവരുടെയോ കുട്ടികൾക്ക് ഈ ഓൺലൈനായി മദ്രസ ആവശ്യമാണെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക. ഇവിടെ ഇസ്രായേലിന് ഏറ്റവും വലിയ ഷോക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം, അമേരിക്ക അവരുടെ കപ്പലുമായി എവിടെ പോയാലും ഇസ്രായേലിനെ പറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നടാൻ കഴിയില്ലല്ലോ. ആകയാൽ ഇറാന്റെ തിരിച്ചടി പൂർണ്ണമായും അത് ഇസ്രായേലായിരിക്കും. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിലുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ട്, അവരുടെ ബേസുകളുണ്ട്. പക്ഷെ അതെല്ലാം ആക്രമിച്ചാലും ഒന്നാം സ്ഥാനം ഇസ്രായേലിനകത്ത് തന്നെ ആയിരിക്കും. മാത്രമല്ല, പ്രോമിസ് 2-ൽ ഇറാന്റെ മിസൈലുകൾ അമേരിക്കൻ ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ നോക്കുകുത്തിയായി തുരുതുര മഴ വർഷിക്കുന്നത് പോലെ മിസൈലുകൾ ഇസ്രായേലിന്റെ ടെറിറ്ററിയിലേക്ക് വീഴുന്നത് വീഡിയോകളിൽ നമ്മളൊക്കെ കണ്ട കാര്യമാണ്. അതിൻ്റെ 10 മടങ്ങ് ശക്തിയിൽ അടിക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം? ഇത് യഥാർത്ഥത്തിൽ ഇറാൻ പ്രദർശിപ്പിച്ച ഇറാന്റെ ഭൂമിക്കടിയിലുള്ള മിസൈൽ സിറ്റി എന്നാണ് ഇറാൻ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു വലിയ സിറ്റി തന്നെയാണ്. 10,000-കണക്കിന് മിസൈലുകളാണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം താങ്ങാനുള്ള ശക്തി ഇസ്രായേലിനുണ്ടോ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഇപ്പോൾ ഇറാനെതിരെ യുദ്ധം എന്നത് ഒഴിവാക്കി ചർച്ചയിലേക്ക് തന്നെ കൊണ്ടുവരിക എന്നതാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ തീരുമാനിക്കുന്നത്. ആണവായുധം വികസിപ്പിക്കുക എന്ന ഒരു പ്രശ്നം ഇസ്രായേലിനും അമേരിക്കക്കും മുന്നിലുണ്ട്. ഇപ്പോൾ അത് നിർത്തലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇറാന്റെ ടെക്നോളജികൾ ഇനിയും വർദ്ധിക്കും. പിന്നെ ഇറാനെ പിടിച്ചാൽ കിട്ടുകയില്ല. ആണവായുധം ഇഷ്ടം പോലെ ഇറാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തന്നെ ഇറാനെ നിലക്ക് നിർത്താൻ അമേരിക്കക്കും ഇസ്രായേലിനും കഴിയില്ല. മിഡിൽ ഈസ്റ്റിലെ ചോദ്യം ചെയ്യപ്പെടാത്ത വൻ ശക്തിയായി ഇറാൻ മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അത് വൻ പ്രഹരമായിരിക്കും ഇസ്രായേൽ ഉണ്ടാവുക. കാരണം സ്വാഭാവികമായും ചെറിയൊരടിയിൽ അത് ഒതുക്കുകയില്ല. അമേരിക്ക ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിലേക്ക് വരുന്ന തിരിച്ചടി നമ്മൾ ചിന്തിക്കുന്നതിൽ എത്രയോ 10 മടങ്ങായിരിക്കും. ഇസ്രായേൽ സത്യം പറഞ്ഞാൽ ബാക്കി ഉണ്ടാവുകയില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന് പ്രതികരിക്കാൻ ആണവായുധം മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ആണവായുധം കൊണ്ട് ആക്രമിച്ചാൽ പകരം തിരിച്ചടിക്കുക ആണവായുധം തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇസ്രായേലിനാണ്. ഇസ്രായേലിന്റെ ഭൂപടം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് അത് എത്തുമെന്നറിയാം. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന് പറയുന്നത് ചെറിയൊരു രാഷ്ട്രമാണ്. ഇസ്രായേലിന്റെ ഡസൻ കണക്കിന് വലിപ്പമുള്ള ഒരു രാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഇവിടെ അമേരിക്ക ഇറാന് മുന്നിൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന വാഗ്ദാനം, മിസൈലുകൾ നിങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലെയും തടയുകയില്ല, അതുമായി ചർച്ചയില്ല. അതായത് ആദ്യം അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭീഷണിക്ക് മുന്നിൽ ഒരു ചർച്ചയ്ക്കിരിക്കാൻ ഇറാൻ തയ്യാറല്ല. അമേരിക്കക്ക് മുന്നിൽ ചർച്ച ഇല്ല എന്ന് വളരെ അസന്നിഗ്ധമായി ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇടനിലക്കാരുമായി ചർച്ചയെക്കുറിച്ച് ആലോചിക്കാമെന്ന് ഇറാൻ പറയുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇടനിലക്കാർ മുഖേന അമേരിക്ക ഇപ്പോൾ ഇങ്ങനെ ബന്ധപ്പെടുന്നത്. പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ഉടമ്പടികളോ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഇറാന്റെ മിസൈലുമായി ബന്ധപ്പെട്ട അതിന്റെ പുരോഗതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ചർച്ചയുണ്ടാവുകയില്ല. അത്തരം കാര്യങ്ങളിൽ ഇറാനെ തടസ്സം ചെയ്യുന്ന ഒരു കാര്യവും ചർച്ചയിൽ ഉണ്ടാവുകയില്ല. മാത്രമല്ല, അമേരിക്കയുടെ കമ്പനികൾക്ക് ഇറാനിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുമതി വരെ നൽകുന്ന രീതിയിൽ ഉള്ള വാഗ്ദാനമാണ് ഇപ്പോൾ ഇറാന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഈ ചർച്ച നടക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. നടന്നാലും ഇല്ലെങ്കിലും ഇറാന് മുന്നിൽ ഈ രൂപത്തിലേക്ക് വരാൻ അമേരിക്കക്കും ഇസ്രായേലിനും സാധിച്ചുവെങ്കിൽ അത് ശക്തമായ ഭയം അമേരിക്കക്കും ഇറാനും ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ കാര്യം കുവൈത്ത് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാരീഫ് എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ ഇബ്രു പത്രവും
ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇറാനുമായിട്ടുള്ള യുദ്ധം അത് ഇസ്രയേലിന്റെ സുരക്ഷയല്ല ഉണ്ടാക്കുക, ഇസ്രയേലിന്റെ പര്യാവസാനത്തിലേക്ക് എത്തുമെന്ന് ഇറാനും അമേരിക്കയും ഭയക്കുന്നു. ഇറാനെ സംരക്ഷിക്കാൻ ഈ ഘട്ടത്തിൽ ഒരിക്കലും തന്നെ അമേരിക്കക്ക് സാധ്യമാവുകയില്ല. താഡ് സംവിധാനങ്ങൾക്കൊന്നും ഇറാന്റെ മിസൈലുകളെ തടയാൻ കഴിയില്ല. കാരണം അത് പേമാരിയെ പോലെ ആയിരിക്കും വർഷിക്കുക. ഒരേ നിമിഷത്തിൽ തന്നെ 100 കണക്കിന് മിസൈലുകൾ ഒരുമിച്ച് തൊടുത്തുവിടാനുള്ള ഇറാന്റെ കഴിവിന് മുന്നിൽ തന്നെയായിരിക്കും അമേരിക്കയും ഇസ്രയേലും മുട്ടുമടക്കേണ്ടി വരിക.